നെക്സ്റ്റ് ഇസ് അജണ്ട. ഒരു കമ്പനിയിൽ നമ്മൾ അജണ്ട എന്ന് പറയുന്നത് സാധാരണ എല്ലാ മീറ്റിങ്ങിലും നമ്മൾ പറയുന്ന അജണ്ട തന്നെയാണ്. That is the program of business to be transacted at a meeting, and it means the items to be discussed or things to be done at the meeting, prepared by the secretary of the company in consultation with the chairman of the company. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സെക്രട്ടറി ചെയർമാൻ ഓഫ് ദ കമ്പനി ആയിട്ട് കൺസൾട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ അജണ്ട എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വേർഡ് കോറം. കോറം എന്ന് പറയുന്നത് ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്കിലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കണം. ആ കോറം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ മീറ്റിംഗ്സ് പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഓക്കെ, അതിനാണ് ഇവിടെ കോറം എന്ന് പറയുന്നത്. The minimum number of members required to be present in person before any business is validly transacted. ഒരു ബിസിനസ് വാലിഡ്ലി ട്രാൻസാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ മീറ്റിംഗ് വാലിഡ്ലി നമുക്ക് ട്രാൻസാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അവിടെ പ്രസൻറ്റ് ആയിരിക്കണം. ഇഫ് കോറം ഇനി പ്രസൻറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദ കോറം ഇസ് നോട്ട് പ്രസൻറ്റ്, the meeting shall not be valid and therefore the proceedings of the meeting become invalid. ഇപ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മീറ്റിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ കോറം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 1/3 ഓഫ് ഇറ്റ്സ് ടോട്ടൽ സ്ട്രെങ്ത്. ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 1/3 എങ്കിലും അവിടെ പ്രസൻറ്റ് ആയിരിക്കണം. ഓക്കെ, ദാറ്റ് യു മീൻ ദാറ്റ് ഈസ് വാട്ട് ഹിയർ വി മീൻ കോറം. നെക്സ്റ്റ് കം ചെയർമാൻ. ചെയർമാനെ കുറിച്ചാണ് പറയുന്നത്. സോ ചെയർമാനിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ചെയർപേഴ്സണും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും. ബോത്ത് ആർ സെയിം. ഓക്കെ, സോ എവറി മീറ്റിംഗ് ഓഫ് ദ ബോർഡ് മസ്റ്റ് ഹാവ് എ ചെയർപേഴ്സൺ ടു പ്രിസൈഡ് ഓവർ ഇറ്റ്. ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം. അത് പ്രിസൈഡ് ചെയ്യാനുള്ള ഒരു ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഒരു ചെയർമാൻ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ദ ആർട്ടിക്കിൾസ് യൂഷ്വലി നെയിം ദ ചെയർപേഴ്സൺ ഹു ഷാൾ പ്രിസൈഡ് ഓവർ ദ ബോർഡ് മീറ്റിംഗ്. ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ആരാണ് അതിൻ്റെ ചെയർപേഴ്സൺ, എത്ര ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ബെയർ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയും. ഇതെല്ലാം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞ പ്രകാരം നമുക്കവിടെ കമ്പനിയിൽ നടപ്പിലാക്കാം. If the articles do not name the chairperson, the directors may elect a chairperson of their meeting and also determine the period for which he can hold that office. If no such person is elected, or if at any meeting the chairman is not present within 5 minutes after the time appointed for holding the meeting, the directors present may choose one of their member to be chairperson of the meeting. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ചെയർമാൻ്റെ പേരില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യാം, ഒരു ചെയർപേഴ്സണിനെ എലക്ട് ചെയ്യാം. ഇനി ചെയർപേഴ്സണിനെ ഒന്നും എലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ 5 മിനിറ്റിൽ, ഓക്കെ, വിത്തിൻ 5 minutes ആഫ്റ്റർ ദ ടൈം അപ്പോയിൻറ്റഡ് ഫോർ ഹോൾഡിംഗ് ദാറ്റ് മീറ്റിംഗ്, ഡയറക്ടേഴ്സ് മേ പ്രസൻറ്റ് or they can choose one of their member to be the chairperson of the meeting. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ചെയർപേഴ്സൺ നമുക്ക് ഒരു കമ്പനിയിൽ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇലക്ഷൻ ഓഫ് എ ചെയർമാൻ ഉണ്ട്, ഈ ക്വാളിറ്റീസ് ഓഫ് എ ചെയർമാൻ ഉണ്ട്. ചെയർമാന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം നമ്മളൊരു ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ക്വാളിറ്റീസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് he should be an impressive personality and leadership quality. He should be courteous, good natured, and he should be impartial. കൂൾ ആൻഡ് പേഷ്യൻ്റ് ആൻഡ് ടാക്ട്ഫുൾ ആയിരിക്കണം. അതുപോലെ ഫേം ഇൻ എൻഫോഴ്സിങ്, ഹി ഷുഡ് ബി സോ ഫേം ഇൻ എൻഫോഴ്സിങ് ദ റൂൾസൊക്കെ എൻഫോഴ്സ് ചെയ്യാൻ വളരെ വളരെ ഡിറ്റർമിൻഡ് ആയിരിക്കണം. ദെൻ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ ആയിരിക്കണം. ആൻഡ് ഹി ഷുഡ് ഹാവ് ഗുഡ് നോളേജ് ഓഫ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് മീറ്റിംഗ്സ് ഓഫ് ദ കമ്പനീസ്. ആൻഡ് ഹി ഷുഡ് ഹാവ് നോളേജ് ഓഫ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ ചെയർമാൻ. ഇതൊക്കെയാണ് ഒരു ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട ക്വാളിറ്റീസ്. നൗ വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് എ ചെയർമാൻ? ചെയർമാൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വൺ ഇസ് പവർ ടു പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ്, ആൻഡ് he has the power to decide priority of speakers, and he has the power to stop discussion on a matter after it has been reasonably discussed. ഒരു കാര്യം റീസണബിളി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ, ആ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ആൻഡ് ഹി ഹാസ് ദ പവർ ടു പുട്ട് മോഷൻസ് ടു വോട്ട് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ഫസ്റ്റ് ആൻഡ് ഇഫ് പ്രോപ്പർലി ഡിമാൻഡഡ് ബൈ പോൾ. അതായത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഫുൾ, അതായത് ആർക്ക് പറയാം, എന്ത് പറയാം, എങ്ങനെ പറയാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആ ഒരു മീറ്റിംഗ് കൺട്രോൾ ചെയ്യാനുള്ള പവറും ചെയർമാൻ ഉണ്ട്. ആൻഡ് ഹി ഹാസ് ദ പവർ ടു ഗിവിംഗ് റൂളിംഗ് ഓൺ പോയിന്റ് ഓഫ് ഓർഡർ. ദെൻ ഹി ഹാസ് ദ പവർ ടു യൂസ് കാസ്റ്റിംഗ് വോട്ട് and power to expel disorderly persons and to maintain order in the meeting.
ഓക്കെ, മീറ്റിങ്ങിൽ കറക്റ്റായിട്ടുള്ള ഓർഡർ കൊണ്ടുവരാനും റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യാനും മീറ്റിംഗ് അഡ്ജേൺ ചെയ്യാനും ഓക്കെ, അതുപോലെ തന്നെ പവർ ടു റിജക്ട് ദ ഡിസിഷൻ ഓഫ് ദ മീറ്റിംഗ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ബൈ എ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. അതായത് ഇപ്പോൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സാണ് ഒരു ഡിസിഷനിൽ അറൈവ് ചെയ്ത് വരികയാണെങ്കിൽ പോലും ആ പറയുന്ന കാര്യം റിജക്റ്റ് ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്? ഒരു ചെയർമാൻ ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ പവേഴ്സ് ഓഫ് എ ചെയർമാൻ. നൗ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് എ ചെയർമാൻ എന്ന് പറയുന്നത് ടു സീ ദാറ്റ് ദ മീറ്റിംഗ് ഈസ് ഡ്യൂലി കൺവീൻഡ് ആൻഡ് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്, to see that the minutes of the last meeting are read, confirmed and signed by him, to see that the proceedings of the meetings are conducted according to the rules and the business of the meeting is discussed according to the order set out in the agenda. അജണ്ടയിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ആ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്? കറക്റ്റായിട്ടല്ലേ ആ അജണ്ടയിൽ എഴുതിയിരിക്കുന്നത്? അതേ പ്രകാരം തന്നെയല്ലേ മീറ്റിംഗ് നടക്കുന്നത് എന്നൊക്കെ നോക്കേണ്ട ഡ്യൂട്ടി ചെയർമാൻ ഉണ്ട്. അതുപോലെ ടു സീ that the proper order is maintained in the meeting, to see that a poll is conducted and if it is demanded by the prescribed number of members, എല്ലാ മെമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ, എല്ലാ ഓപ്പർച്യൂണിറ്റിയും അവർക്കൊക്കെ കിട്ടുന്നില്ലേ, അവരുടെ വ്യൂസൊക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളതെല്ലാം നോക്കേണ്ട ഡ്യൂട്ടി ചെയർമാനാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ചെയർമാൻ. അപ്പോൾ ചെയർമാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ who is a chairman, how can we can in a company how we can elect a chairman, what are the qualities of a chairman, powers of a chairman, duties of a chairman എല്ലാം അതിൻ്റെ കൂടെ പഠിച്ചു പോകണം. Now next is minutes of the board meeting. ബോർഡ് മീറ്റിങ്ങിൽ എങ്ങനെയാണ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ള മിനിറ്റ്സ് എന്താണെന്നുള്ളത് നോക്കൂ. ആസ് പെർ സെക്ഷൻ 118 എവറി കമ്പനി മസ്റ്റ് മെയിൻറ്റെയിൻ മിനിറ്റ്സ് ഓഫ് ഓൾ പ്രൊസീഡിങ്സ് ഓഫ് എവറി മീറ്റിംഗ് ഓഫ് ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദ ബുക്ക് കെപ്റ്റ് ഫോർ ദിസ് പർപ്പസ് വിത്തിൻ 30 days ഓഫ് ദ കൺക്ലൂഷൻ ഓഫ് സച്ച് എ മീറ്റിംഗ്. അപ്പോൾ ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫുൾ ആ ബുക്കിൽ നമ്മൾ റെക്കോർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതിനാണ് മിനിറ്റ്സ് എന്ന് പറയുക. The minutes of each board meeting must contain a fair and correct summary of the proceedings, including all appointments of officers also. It contains the names of the directors present at the meeting. ഇപ്പോൾ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്തത് ആരൊക്കെയാണ്, അവരുടെ സൈൻ ഉണ്ടായിരിക്കും. അതുപോലെ ആ മീറ്റിങ്ങിൽ എന്തൊക്കെ പ്രൊസീഡിങ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തത്, ഏതൊക്കെ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, ആ മീറ്റിങ്ങിൽ എന്തെല്ലാം നടന്നു അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് മിനിറ്റ്സ് എന്ന് പറയുക. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി വരുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്സ്. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്സിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്.